ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ജിലേബി. നമുക്ക് 240 മില്ലി മെഷറിംഗ് കപ്പിൽ ഉഴുന്ന് അളന്നെടുക്കാം. നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉഴുന്ന് നന്നായി കഴുകി മിനിമം 3 മണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് വെള്ളത്തിലിട്ടിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ വെള്ളം ഊറ്റിയെടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഉഴുന്ന് അരച്ച് കൂട്ടിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കണം. 2 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കണം. ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം കോൺ ബാഗിലേക്ക് നമുക്കിതിനെ മാറ്റാൻ വേണ്ടിയിട്ട്, ജിലേബി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇങ്ങനത്തെ ഇത് കോൺ ഷേപ്പ്ഡ് ബാഗ് ഞാൻ മേടിച്ചതൊന്നല്ല. ഇവിടെ സിപ്പ് ലോക്ക് കവർ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇങ്ങനെ വെട്ടിയിട്ട് ഉരുക്കിയെടുത്തതാണ്. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങളിലുള്ള ഏത് കവറാന്ന് വെച്ചാലും അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ സൈഡിൽ ഒരു കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഫ്ലെയിം ഓൺ ചെയ്യാം. അതിനുശേഷം നമ്മൾ 240 മില്ലി ഷുഗർ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 200 മില്ലി വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 7 ഏലക്ക ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കഷ്ണം ലെമൺ കൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്, ലെമൺ ജ്യൂസ്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണേ. മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. ഈ ഷുഗർ സിറപ്പ് നൂൽ പരുവാവണ വരെ നമ്മൾക്ക് ഇങ്ങനെ തിളപ്പിച്ച് കൊടുക്കണം. നമ്മൾ 1 സ്പൂൺ റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണല്ല, ഒരു 1/2 സ്പൂണൊക്കെ. വീഡിയോയ്ക്ക് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. വീട്ടിലുണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഇത് ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇത് ഫുഡ് കളറാണ്. ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിത് ശരിയായി ഒന്ന് നോക്കാം. റെഡി. നൂൽ പരുവത്തിലാവണം. ഇതേപോലെ നൂൽ പരുവത്തിലാവണം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റാം. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏലക്കായൻ്റെ തോലൊക്കെ ഉള്ളത് കൊണ്ടാണ്. ഞാൻ ഏലക്കായ പൊടിച്ചപ്പോൾ ശരിക്കും പൊടിഞ്ഞില്ല. അതുകൊണ്ടാണ്. നന്നായി ഏലക്കായ പൊടിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഊറ്റേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നമുക്ക് ജിലേബി ഉണ്ടാക്കി തുടങ്ങാം. നമ്മുടെ പാൻ ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയില് നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിനി ചെറിയ ഫ്ലെയിമിലേക്ക് മാറ്റാം, മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ജിലേബി ഉണ്ടാക്കി തുടങ്ങാം. നമുക്കിനി ജിലേബി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ജിലേബി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരുപാട് മൊരിയാൻ പാടില്ല. അതിന് മുൻപ് തന്നെ നമ്മൾ ഇതെടുത്തിട്ട് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതും നല്ല ചൂടുണ്ടായിരിക്കണം സിറപ്പ്. ജിലേബി
ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടോടുകൂടെ തന്നെ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചൂടോടുകൂടെ ചൂടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ച് ഉണ്ടാക്കണ വരെ ഇത് ഇതിൽ കിടക്കട്ടെ. ഇപ്പോൾ അടുത്ത ബാച്ച് റെഡി ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഷുഗർ സിറപ്പിൽ നിന്ന് ജിലേബിനെ നമുക്ക് വേറൊരു മാറ്റാം. ലാസ്റ്റ് ജിലേബി റെഡി ആയിട്ടുണ്ട്. ഷുഗർ സിറപ്പ് കണ്ടില്ലേ, കറക്റ്റ് പാകത്തിനായി, ബാക്കിയൊന്നും വന്നില്ല. നമ്മളുടെ ജിലേബി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ പെർഫെക്റ്റ് ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ജ്യൂസിയാണ്. ഇതിൻ്റെ ഉള്ളിലെല്ലാം ഷുഗർ സിറപ്പ് കണ്ടില്ലേ. ഓക്കെ, നമുക്ക് വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാം. കടയിൽ നിന്ന് മേടിക്കുന്നതിലും ടേസ്റ്റും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.